തറവാട്ടിൽ അത്രയും അംഗങ്ങളുടെ മുമ്പിൽ വെച്ചാണ് രുദ്രൻ വൈഭവിനെ ചവിട്ടി തെറിപ്പിച്ച്. സത്യത്തിൽ അതോടുകൂടി വൈഭവിന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഇത്രയും ആളുകളുടെ മുമ്പിൽ താൻ അപമാനിതനായത് ഓർമ്മയിലേക്ക് വന്നു. വൈഭവ് നിലത്തുനിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തോന്നിയ ശ്രീദേവി ഇടയിൽ കയറി വൈഭവിനെ തടയാനൊരു പാഴ്ശ്രമം നടത്തി നോക്കി. പക്ഷേ ക്രോധം മുന്നിട്ട് നിന്ന വൈഭവ് ശ്രീദേവിയെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. അയ്യോ എന്റെ നടുവേ! ശ്രീദേവിയുടെ അലർച്ചയേട്ട താര ഓടി വന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ ചേച്ചി, എന്തെങ്കിലും പറ്റിയോ? മോളെ അശ്വതി, പിടിച്ചെഴുന്നേൽപ്പിക്കും ചേച്ചിയെ. താര അശ്വതിയോടായി പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് അവൾ ശ്രീദേവി എങ്ങനെയോ പിടിച്ചെഴുന്നേൽപ്പിച്ച് സോഫയിലായി ഇരുത്തി. പെട്ടെന്ന് ആരുടെ അലർച്ച കേട്ട താരയും ശ്രീദേവിയും അശ്വതിയും മുമ്പിലേക്ക് നോക്കിയതും അവിടുത്തെ കാഴ്ചയിൽ അവർ തരിച്ചു നിന്നുപോയി. ശ്രീദേവിക്കൊന്ന് അലറാൻ കൂടി കഴിയാതെ അവരുടെ നാവ് കുഴഞ്ഞുപോയി. അത്രയും ഭീകരമായ കാഴ്ചയായിരുന്നു അത്. തന്റെ സ്വന്തം മകൻ വൈഭവിന്റെ കൈകൾ രണ്ടും പിരിച്ചൊടിച്ച് കളയുകയാണ് രുദ്രൻ. അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടതും ആർക്കും അവന്റെ അടുത്തേക്ക് പോകാൻ പോലും ഭയം തോന്നി. സ്വഭാവത്തിലേക്ക് വന്ന പോലെ ശ്രീദേവി അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്റെ മോനെ വിടറ അച്ഛ, ഒന്ന് പറയാം അവരോട് വിടാൻ. അയ്യോ എന്താ നിങ്ങളെല്ലാരും നോക്കി നിൽക്കുന്നത്, എന്റെ കുഞ്ഞ്. ശ്രീദേവിയുടെ നിലവിളിയാണ് എല്ലാവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. മുത്തശ്ശൻ തമ്പുരാൻ മുന്നോട്ടേക്ക് തന്റെ വടിയും കുത്തിപ്പിടിച്ച് വന്നുകൊണ്ട് രുദ്രനോടായി പറഞ്ഞു, രുദ്ര അവനെ വിടാനല്ലേ പറഞ്ഞ്. മുത്തശ്ശന്റെ ആജ്ഞാപനം കേട്ടതും രുദ്രൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വൈഭവനെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. അവൻ മുഖമടിച്ചുകൊണ്ട് നിലത്തേക്ക് വീണുപോയി. കൈ രണ്ടും അപ്പോഴും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു. ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു നോക്കിയ രുദ്രൻ കാണുന്നു കണ്ണു നിറച്ച് ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കുന്ന മിത്രയെയാണ്. രുദ്രൻ ഓടി മിത്രയുടെ അടുക്കലേക്ക് നടന്നു നിന്ന് അവിടെ കയ്യിൽ പിടിച്ച് വലിച്ചതും സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. അവളെ പിടിച്ച് നിലത്തേക്ക് ഇരുത്തി അവന് മുട്ടുതിരിഞ്ഞുകൊണ്ട് വൈഭവിന്റെ മുടിയിൽ പിടിച്ച് വലിച്ചതും വൈഭവിൽ നിന്നും വേദന കൊണ്ട് ചെറിയൊരു ശബ്ദം മാത്രം പുറത്തേക്ക് വന്നുള്ളൂ. കാതു തുറന്ന് കേട്ടോ വൈഭവ്, നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് മേലിൽ ഇവളെയോ സൂരജിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ തൃക്കോട്ട് കോവിലത്ത് പിന്നെ നിന്നെ ഇനി ആരും കാണില്ല. നിന്റെ ആട്യന്തരമായിരിക്കും എല്ലാവരും കൂടി പിന്നെ കൊണ്ടാടുക. മേലിൽ ഇപ്പൊ പറഞ്ഞ പോലെ എങ്ങാനും ഇനി നിന്റെ നാവിൽ നിന്നും വീണ ഇപ്പൊ നിന്റെ കൈകൾ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനി നിന്നെ ഞാൻ ഉറക്കി കിടത്തും എന്നേക്കുമായി. അത് എപ്പോഴും നിന്റെ ഓർമ്മയിൽ വേണം. എടാ നാന്റെ മോനെ! വൈഭവിന്റെ മുഖത്തിലൂടെ തന്റെ മുഖടുപ്പിച്ചുകൊണ്ട് പല്ലുകൾ ഞെരിച്ച് രുദ്രൻ അവനോടായി പറഞ്ഞു. ഈ സമയം നിലത്തിരിക്കുന്ന മിത്രയെ പിടിച്ച് സൂരജ് എഴുന്നേൽപ്പിച്ച് അവനടുക്കിലേക്ക് ചേർത്ത് നിർത്തി. അതേസമയം ഒന്നുകൂടെ താഴെ കുനിഞ്ഞിരുന്നു വൈഭവിന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പോലെ പറഞ്ഞു രുദ്രൻ, മിത്ര, അവളുടെ മേലെങ്ങാനും നിന്റെ ഈ ദുഷിച്ച കണ്ണ് ഒരിക്കൽ കൂടി പതിയാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ച അത് നീ കാലനെ സ്വയം ക്ഷണിക്കുന്നതിന് തുല്യമായിരിക്കും. സത്യത്തിൽ രുദ്രൻ പറഞ്ഞതിന്റെ അർത്ഥം വൈഭവിന് മനസ്സിലായിട്ടില്ലായിരുന്നു. ബോധം മറിഞ്ഞ് വീഴുമ്പോൾ വൈഭവ് കാണുന്നുണ്ടായിരുന്നു രുദ്രന്റെ തീക്ഷ്ണതയേറുന്ന കണ്ണുകളെ. പിന്നീട് എന്തുകൊണ്ടോ അവിടെ പിന്നെ നിൽക്കാൻ രുദ്രന് തോന്നിയില്ല. അവൻ അതിവേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം ശ്രീദേവി എങ്ങനെയോ നടന്ന് ബോധമില്ലാതെ കിടക്കുന്ന വൈഭവിന്റെ അടുക്കിലേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞു. അയ്യോ അച്ഛൻ കണ്ടില്ലേ എന്റെ തങ്കക്കുടമ്പുള്ള മോനെ എന്താ ദ്രോഹി ചെയ്തെന്ന്. അവനിനി ഒരു നിമിഷം പോലും തറവാട്ടി നിർത്താൻ പാടില്ല. പാടിയടിച്ച് പിണ്ടവയ്ക്കാ വേണ്ടത്. അതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? തന്തയും തള്ളിയും ആരാന്നറിയത്തൊരുത്തി എന്റെ മോനുവേണ്ടി വിവാഹം ആലോചിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? ശ്രീദേവി തന്നെ നടുവിന്റെ വേദന പോലും മറന്നുകൊണ്ട് അലറിക്കൊണ്ട് തന്റെ അച്ഛനായ തമ്പുരാനോട് ചോദിച്ചു. ഒരു നിമിഷം ശ്രീദേവി അടക്കം എല്ലാവരും തരിച്ചിന്ന് മുമ്പിലേക്ക് നോക്കിയതും കണ്ടു. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന രാജശേഖരവർമ്മയെ. വിശ്വാസം വരാതെ ശ്രീദേവി രാജശേഖരവർമ്മയെ തന്നെ നോക്കി നിന്നു. ഏട്ടനെ അടിച്ചുവല്ലേ? അത് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന തത്തയും തള്ളി ആരാണെന്നറിയാത്തൊരു പെണ്ണിന് വേണ്ടി. മിണ്ടിപ്പോയത് ശ്രീദേവി, നീ ഇനി എന്റെ മകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും നീ. ശേഖരൻ വിറച്ചുകൊണ്ട് ശ്രീദേവിയോട് പറഞ്ഞു. ഓഹോ, എന്നാ എനിക്കൊന്നും കാണല്ലോ. സത്യത്തിൽ ഈ ഒരുമ്പെട്ട പെണ്ണി തറവാടിൽ വന്നതിന് ശേഷം എന്റെ മോന്റെ കഷ്ടകാലം തുടങ്ങിയത്. എപ്പോ നോക്കിയാലും ഓരോരോ അഭ്യർത്ഥിച്ചെന്ന് ചാടും. എന്ത് കണ്ടവിശേഷം കൊണ്ടാണോ ഇവിടെ വീട്ടിലേക്ക് കയറി വന്ന്? ശ്രീദേവി വെറുപ്പോടെ മിത്രയെ നോക്കിക്കൊണ്ട് എല്ലാവരോടായി പറഞ്ഞു. ദേ അപ്പച്ചി, നിങ്ങൾ എന്റെ അച്ഛന്റെ സഹോദരി ആയതുകൊണ്ടാ ഞാൻ ഇത്രയും നേരം മിണ്ടാന്ന്. ഒന്ന് പോച്ചെടുക്ക. നിനക്ക് നിന്റെ അച്ഛനുള്ള അവകാശം തന്നെയാ എനിക്കിവിടെ ഉള്ളത്. ആ മറക്കണ്ട. കുറെ എല്ലാം സഹിച്ചു നിൽക്കുന്നു. നിനക്കിപ്പോ തൃപ്തിയാലോടി? മിത്രയെ നോക്കിക്കൊണ്ട് ശ്രീദേവി ചോദിച്ചു. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം തെറ്റിച്ചപ്പോ നിനക്ക് സമാധാനമല്ലോ. അതെങ്ങനെയാ? കുര ഏതാണെന്നറിയോ? ജാതി ഏതാണെന്നറിയോ? അച്ഛനും അമ്മയും ഏതാണെന്നറിയോ? ഒന്നുമില്ല.
എവിടെ കിടന്ന് പിഴച്ചുണ്ടായ സന്തതി ഇവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതോ ഇവനെ ആദ്യം അടിക്കേണ്ടത്. സത്യത്തിൽ ശ്രീദേവിക്ക് എന്താണ് പറയുന്നത് പോലും അറിയുന്നില്ലായിരുന്നു. ക്രോധം അവരെ അന്തയാക്കി കളഞ്ഞു. എല്ലാം കേട്ട് നിൽക്കുന്ന മിത്രക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ മുന്നിൽ കാണുന്ന മേശ തട്ടിമറിഞ്ഞാണ് എല്ലാവരും കാണുന്നത്. മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ദേഷ്യത്തോടെ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന സൂരജിനെ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? കുറെ നേരാലോ പറയുന്നു അനാഥ 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 എന്ന്. എന്നാ കാതോർന്ന് കേട്ടോ എല്ലാവരും. ഇവൾ അനാഥയല്ല, രാജകുമാരിയാ, രാജകുമാരി. കൃഷ്ണപുരം കൊട്ടാരത്തിലെ മഹാദേവ വർമ്മയുടെയും ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെയും മേഘമകൾ മിത്രദേവ് വർമ്മ. ഒരു ഇടിമുഴക്കം പോലെ അവന്റെ വാക്കുകൾ അവിടെയുള്ള എല്ലാവരുടെയും കാതുകളിലേക്ക് തുളച്ച് കയറി. ഒരു നിമിഷം ലളിതകുമാരിയും ശേഖരവർമ്മയും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് മിത്രയെ തന്നെ നോക്കി നിന്നുപോയി. മിത്രയുടെ അവസ്ഥയും മറിച്ചിലായിരുന്നു. ഏട്ടൻ തന്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ മനസ്സിലായി രുദ്രേട്ടൻ വഴി ഏട്ടനെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. എന്നാലും ചെറിയൊരു കുറ്റബോധം മിത്രയിൽ ഉടലെടുത്തു. താനായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ദേവി. ഏട്ടന് വിഷമായി കാണും. പല ചിന്തകളിൽപ്പെട്ട് മിത്രയുടെ മനസ്സുഴറി. ലളിതകുമാരിക്ക് തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി. തൊട്ടടുത്ത് നിൽക്കുന്ന രാജശേഖരവർമ്മയുടെ തോളിലായി കൈകൾ ചേർത്ത് നിന്നവർ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വീണുപോകാൻ വരെ സാധ്യതയുണ്ട്. ആദ്യമായി മിത്രയെ കാണുന്ന പോലെ ലളിതകുമാരി മിത്രയുടെ അടുക്കിലേക്ക് നടന്നു. അവരുടെ ഒപ്പം തന്നെ കണ്ണുകൾ നിറച്ചുകൊണ്ട് ശേഖരനും. സന്തോഷമോ സങ്കടമോ അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പെട്ടെന്ന് ലളിതകുമാരിയെ തൻ്റെ അടുത്ത് കണ്ടപ്പോൾ മിത്രയൊന്ന് ഞെട്ടി. അതെ, കരഞ്ഞുകൊണ്ട് മിത്ര പേടിയോടെ തലയിളക്കി. അതേന്ന് മിത്ര പറഞ്ഞതും ലളിതകുമാരിയുടെ കണ്ണുകൾ വിടർന്നു. ഒരേ സമയം അവർ സന്തോഷിക്കുകയും കരയുകയുമായിരുന്നു. ഇതെല്ലാം കണ്ടിരുന്ന തറവാട്ടിലുള്ളവർക്ക് കാര്യമെന്താണെന്ന് മനസ്സിലായില്ല. നീ മഹിയേട്ടന്റെ മോളാണോ? മിത്രയുടെ മുഖത്ത് കൈകൾ ചേർത്ത് വെച്ച് ലളിതകുമാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സത്യത്തിൽ തറവാട്ടിലുള്ളവരെല്ലാം പകച്ചു നിൽക്കുകയായിരുന്നു. എന്താണ് ഇരുവരും പറയുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. മോനെ ശേഖര, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞു തരുമോ? ലളിത മോൾക്ക് അറിയോ മിത്രയുടെ കുടുംബത്തെ? മുത്തശ്ശൻ തമ്പുരാൻ രാജശേഖരനോട് ചോദിച്ചു. അറിയാമോ സാർ? എങ്ങനെയാണ് മോനെ? പറയാ സാർ. നിങ്ങൾക്ക് ആൾക്കറിയാത്തൊരു രഹസ്യമുണ്ട്. ലളിത ഒരനാഥയല്ല. ലളിത കൃഷ്ണപുരം കൊട്ടാരത്തിലെ മാനുവേദവർമ്മയുടെയും സീതാബായി തമ്പുരാട്ടിയുടെയും ഏറ്റവും ഇളയ മകളാണ്. അതായത് മിത്രയുടെ സ്വന്തം അപ്പച്ചി. ഒരു നിമിഷം തൃക്കോട്ട് കോവിലത്തുള്ളവരെല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. അവർ ഒരേ സമയം ലളിതയും മിത്രയും നോക്കിയായിരുന്നു. തൃക്കോട്ട് കോവിലത്തെ തമ്പുരാട്ടിമാരാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെന്ന് അറിഞ്ഞതും കുടുംബാംഗങ്ങളെല്ലാവരും ഇരുവരെയും അതിശയത്തോടെ നോക്കി നിന്നു. നീ ഇതെന്തൊക്കെയാ മോനെ പറയുന്നത്? കൃഷ്ണപുരം കൊട്ടാരത്തിലെ മാനവേദവർമ്മയുടെ മകളാണ് ലളിതയെന്നോ? അച്ഛൻ തമ്പുരാന് വിശ്വസിക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു രാജശേഖരവർമ്മയുടെ വാക്കുകൾ. അപ്പൊ പിന്നെ നീ എന്തിനാ ലളിതമോൾ ഒരു അനാഥയാണെന്ന് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്? അതിന് അച്ഛൻ തന്നെയല്ലേ കാരണം? ഞാനോ? അല്പ അതിശയോക്തിയോട് അച്ഛൻ തമ്പുരാൻ രാജശേഖരനോട് ചോദിച്ചു. അതെ, അച്ഛൻ തന്നെ. പണ്ട് മുതലേ കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളവരോട് തലമുറകളായിട്ടുള്ള നമ്മുടെ ശത്രുത. ആ ശത്രുത ഒരിക്കൽ അച്ഛൻ തുടങ്ങി വെച്ചല്ലെങ്കിലും അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച കുടിപ്പക. അതുകൊണ്ട് മാത്രം ഞാൻ ലളിത ഒരു അനാഥയായിട്ട് ഇവിടെ എല്ലാം ചിത്രീകരിച്ച്. ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടെ സ്വീകരിക്കോ അച്ഛൻ്റെ മരുമകളായി? രാജശേഖരൻ ആദ്യമായി അച്ഛൻ തമ്പുരാനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. അല്പസമയം മൗനമായി നിന്ന ശേഷം അച്ഛൻ തമ്പുരാൻ പറഞ്ഞു തുടങ്ങി. ശരിയാണ് ശേഖര നീ പറഞ്ഞത്, സത്യം തന്നെയാ. ഒരുപക്ഷെ എൻ്റെ യൗവനകാലത്ത് നീ ഇവളെയും കൊണ്ട് വരുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ നിങ്ങളെ പടിയായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞിരിക്കുന്നു. എന്തിനായിരുന്നു ഈ ഒരു കുടിപ്പക എന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയില്ല. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ 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 ഈ പക പാരമ്പര്യമായിട്ട് കൈമാറി വന്നു. പക്ഷേ അതിൻ്റെ കാരണം മാത്രം ആർക്കും അറിയില്ല. മോളെ ലളിതേ, ഈ അച്ഛനോട് ക്ഷമിക്കണം. വ്യക്തിപരമായിട്ട് ഈ അച്ഛന് നിന്റെ കൊട്ടാരമായിട്ട് യാതൊരു ശത്രുതയുമില്ല. അത്രയും അച്ഛൻ തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞതും ലളിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽ കീഴിലായി വന്നിരുന്നു. എന്താ കുട്ടിയെ കാട്ടണ്? എഴുന്നേൽക്കുക. അതേ ലളിതയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇനി കരയരുത്. കൃഷ്ണപുരം കൊട്ടാരത്തിലെ തമ്പുരാട്ടി കുട്ടിയാണ് തൃക്കോട്ട് കോവിലത്തെ മരുമകൾ എന്ന് പറയുന്നതിൽ ഈ അച്ഛന് അഭിമാനേ ഉള്ളൂ. ഈ സമയം ഇത്രയ്ക്ക് തൻ്റെ സന്തോഷം അടക്കാൻ സാധിച്ചില്ല. എപ്പോഴൊക്കെയോ താൻ സ്വന്തം അച്ഛനായ മഹാദേവനോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയെക്കുറിച്ച്. പക്ഷെ ആരും വ്യക്തമായൊരു ഉത്തരം തനിക്ക് തന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ താൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് എത്തിച്ചേർന്നത്. മിത്രയ്ക്ക് തൻ്റെ കരച്ചിലടക്കാൻ സാധിച്ചില്ല.
ഈ സമയം സൂരജ് വന്ന് അവളുടെ തോളിലൂടെ കൈകൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെ നോക്കി ഇരുകണ്ണുകളും സിമ്മിക്കൊണ്ട് പുഞ്ചിരിച്ചു. സോറി. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം താഴ്ത്തിക്കൊണ്ട് സൂരജിനോട് മിത്ര പറഞ്ഞു. അത് സാരമില്ല, പക്ഷെ ഇനി ഏട്ടനോട് കള്ളൊന്നും പറയരുത് കേട്ടല്ലോ. ഇല്ല ഏട്ടാ, മിത്ര ഒരിക്കലും ഇനി ഏട്ടനോട് കള്ളൊന്നും പറയില്ല, സത്യം. മിത്ര അങ്ങനെ പറഞ്ഞു. സൂരജിന്റെ മുഖമൊന്ന് വിടർന്നു. അവൻ മിത്രയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പക്ഷേ ഈ സമയം തന്റെ മനസ്സിലുണ്ടായ സംശയത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ അച്ഛൻ തമ്പുരാന് കഴിഞ്ഞില്ല. മോനെ സൂരജേ, മുത്തശ്ശൻ ചോദിക്കുന്നോണ്ടൊന്നും കരുതരുത്. മിത്രമോൾ എന്താ ഇവിടെ? അവൾ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്ന് പെട്ടത്? പിന്നീട് സൂരജ് ആ കൊട്ടാരത്തിൽ മഹാദേവൻ മരണപ്പെട്ടതിനു ശേഷം മിത്ര അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവസാനമായി അവൻ കൊട്ടാരത്തിലെ മിത്രയുടെ മുത്തശ്ശനെ കണ്ട വിവരമടക്കം എല്ലാം കേട്ടുകഴിഞ്ഞതും ലളിതയ്ക്ക് തന്റെ അച്ഛനെ ഒന്ന് കാണാൻ കൊതിയായി. അവരുടെ മനസ്സറിഞ്ഞ പോലെ സൂരജ് പറഞ്ഞു. അധികം വൈകാതെ തന്നെ അമ്മയും മിത്രയും കൊണ്ട് ഞാൻ കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് പോകുന്നൊരു വാക്ക് അവൻ ഇരുവർക്കുമായി കൊടുത്തു. ഇവരുടെ സംസാരം നടക്കുന്നതിനിടയിൽ തന്നെ ശ്രീദേവി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി വൈഭവിനെയും കൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. അവരോടൊപ്പം തന്നെ താരയും അശ്വതിയും ശ്രീദേവിയെ അനുഗമിച്ചു. ഹോസ്പിറ്റലിലെത്തിയതും വൈഭവിനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി രൂക്ഷമായി ശ്രീദേവിയെ നോക്കി. നോക്കൂ മേഡം, പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? എന്താ ഇയാൾക്ക് വല്ല ഗുണ്ടായിസാണോ ജോലി? ഞാനിവിടെ വന്നിട്ട് 1 മാസമായി. ഈ 1 മാസം എനിക്ക് എത്ര വർഷം ഇയാൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാഡത്തിന് അറിയും? അത് പിന്നെ ഡോക്ടർ. ശ്രീദേവിക്ക് ഡോക്ടറോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. വേണ്ട, നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2 കൈയുടെ എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിയാകുന്ന ആളുകൾ തന്നെ എടുക്കേണ്ടി വരും. പിന്നെ 2 പല്ലിളകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖമെല്ലാം വീങ്ങിയിട്ടുണ്ട്. അതുപോലെ നെഞ്ചിൽ ചവിട്ടിൻ്റെ ഒരു പാടും കാണാനുണ്ട്. ഒരു അലോപ്പതി ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ പാടില്ല, എങ്കിലും പറയുക, ഇപ്പോൾ വൈബര് നിങ്ങൾ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നായിരിക്കും നന്നാവുക. ഒഴിച്ചിലും പിഴിച്ചിലും കൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഭേദാവും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ഞാൻ റെഫർ ചെയ്യാം. എന്തു പറയുന്നു? ഡോക്ടർ അങ്ങനെ ചോദിച്ചു. ശ്രീദേവിയും താരയും ആദ്യം കൊണ്ട് സമ്മതം അറിയിച്ചു. അധികം വൈകാതെ തന്നെ ആശ്രമത്തിലേക്ക് വൈഭവിനെ ഷിഫ്റ്റ് ചെയ്തു. ഹലോ ഏട്ടാ, ഇത് ഞാനാ ശ്രീദേവി. പറയൂ ശ്രീ, എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞിന്? ഒന്നും പറയണ്ട ഏട്ടാ, നമ്മുടെ തങ്കക്കുടം പോലെയുള്ള മോനെ ഇപ്പോൾ കണ്ടാൽ പോലും ആരും തിരിച്ചറിയില്ല. ആ കോലത്തിലാക്കിയിട്ടുണ്ട് ആ രുദ്രദേവ് എന്ന് പറയുന്നവൻ. ഏട്ടൻ എപ്പോഴാ വരിക? എനിക്ക് വൈഭവിനെ നോക്കാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക്. ഞാൻ അധികം വൈകാതെ തന്നെ തറവാട്ടിലേക്ക് വരുന്നുണ്ട് ശ്രീ. നമ്മുടെ മോൻ്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ ഓരോ രക്തത്തുള്ളിക്കും അവൻ്റെ അച്ഛനായി സുദേവൻ കണക്ക് ചോദിക്കാനേ ചെയ്യും. ഇനി കൂടിപ്പോയ ഒരാഴ്ച, അതുവരെയും കൂടി നീ ഒന്ന് ക്ഷമിക്കുക. ശരി സുധേട്ട, ഞാൻ വെക്കുക. എനിക്ക് മോനും മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. ശരി ശ്രീ, ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തു. സുദേവന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. രുദ്രദേവ്, നിന്നെ ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ട. ഈ സുദേവ് വർമ്മ ആരാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെയാ നീ തൊട്ട് കളിച്ചത്. വിടില്ലടാ നിന്നെയാ. വരുന്നുണ്ട് ഞാൻ നിന്നെ കോവിലകത്ത് നിന്ന് അടിച്ചിറക്കാനുള്ള പദ്ധതിയുമായി. തുടരും.